റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസിൻ്റെ ഫസ്റ്റ് പാർട്ട് MCQ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൺ വേർഡുകൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണാം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഡ് മാലിനി ചിബ് ജോയിൻ ആഫ്റ്റർ അവൈലിംഗ് എ സ്കോളർഷിപ്പ്. ആൻസർ വരുന്നത് ഓക്സ്ഫോർഡ് പോളിടെക്നിക് ആണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഹേമാമാലിനിക്ക് ഒരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിത്രം ആലോചിച്ചിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടിയതെന്ന് അങ്ങോട്ട് ആലോചിക്കുക. ഇനി അടുത്തത് ഹോം ഡിഡ് മാലിനി ചിബ് ഹയർ ആസ് എർ അസിസ്റ്റൻറ്റ്. അത് ആൻസർ മായയാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. മാലിനി ചിബ് എൻ്റെ അസിസ്റ്റൻറ്റ് മായയായിരുന്നു. പെട്ടെന്ന് ഇതിൽ ആലോചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണായിരുന്നല്ലോ. ബാക്കിയൊക്കെ ഇതിലുള്ള ആണുങ്ങളാണ്. സുബിൻ, മിത്തു, നിഖിൽ ഇവരൊക്കെ ആണുങ്ങളാണ്. പെണ്ണായിട്ട് മായല്ലേ. അപ്പോൾ മാലിനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെണ്ണായിരുന്നു, അത് മായയായിരുന്നു. ഇനി 36th ഹൂ ഈസ് ദ ഫാദർ ഓഫ് ചിസാലും. ആൻസർ ചുടിയാണ്. അതും ചി അതാലോചിക്കുക. ചിസാലുമിൻ്റെ ചിയും ചുടിയുടെ ചുവും മാച്ചിങ് ആണ്. അപ്പോൾ ചിസാലുമിൻ്റെ ഫാദർ ചുടി. ഇനി അടുത്തത് 37ാമത്തെ ഹൗ മെനി സജഷൻസ് ആർ ദർ ഇൻ ദ ഒറിജിനൽ ലെറ്റർ റിട്ടൺ ബൈ അഡിച്ചി. ആൻസർ വരുന്നത് 15 ആണ്. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യന് 15 എണ്ണം എന്നുള്ള ആൻസർ, അതായത് ഏറ്റവും വലുതായിട്ട് 15 അല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി 38ാമത്തത് വൈ ഡിഡ് അഡിച്ചി കൺഗ്രാറ്റുലേറ്റ് ഹെർ ഫ്രണ്ട് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ഹെർ ലെറ്റർ. അതിൻ്റെ ആൻസർ വരുന്നത് ഫോർ ബ്രിങ്ങിങ് എ ഹ്യൂമൻ ബീയിങ് ടു ദി വേൾഡ്. എന്തിനാണ് അഡിച്ചിയുടെ ഫ്രണ്ടിനെ കത്തിൽ കൂടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് അയച്ചതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് അതിനൊരു ഫ്രണ്ടിന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്, ഫോർ ബ്രിങ്ങിങ് എ ഹ്യൂമൻ ബീയിങ് ടു ദി വേൾഡ്. ഇനി 39ാമത്തത് ഹൂ ഗേവ് വിദ്യ ഹെർ ന്യൂ നെയിം. ആരാണ് വിദ്യക്ക് പുതിയ പേര് കൊടുത്തത്? സത്യയാണ്. വിദ്യ, സത്യ, മാച്ചായിട്ടുള്ള ആൾക്കാർ. ഇനി അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നികിത ഗിൽസ് ഫയർ ബിലോങ്സ് ടു വിച്ച് ആന്തോളജി. നികിത ഗില്ലിൻ്റെ ഫയർ എന്ന് പറയുന്നത് ഏത് സമാഹാരത്തിൽ പെട്ടതാണ്? ആൻസർ യുവർ സോൾ ഈസ് എ റിവർ. അതാലോചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫയർ കെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് റിവറിൽ നിന്ന് വേണം വെള്ളം എടുത്തിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. അപ്പോൾ യുവർ സോൾ ഈസ് എ റിവർ എന്നാലോചിച്ചാൽ മതി. ഫയറിന് അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവറിൽ നിന്നല്ലേ വെള്ളം എടുക്കാറ്. അപ്പോൾ അതാലോചിച്ച് അതങ്ങനെ പഠിക്കുക. ഇനി 41ാമത്തെ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇമേജ് ഇസ് നോട്ട് യൂസ്ഡ് ബൈ നികിത ഗിൽ. ഉപയോഗിക്കാത്ത ഇമേജ് ഏതാണ്? നികിത ഗിൽ ഉപയോഗിക്കാത്ത ഇമേജ് ഏതാണെന്നാണ് പറയുന്നത്. സൈക്ലോപ്സ് ആണ് അതിൻ്റെ ആൻസർ. കാരണം നികിത ഡ്രാഗൺ യൂസ് ചെയ്തിട്ടുണ്ട്, വുൾഫ് യൂസ് ചെയ്തിട്ടുണ്ട്, മോൺസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. സൈക്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണനാണ്. ഒറ്റക്കണ്ണൻ്റെ ഒരു ഇമേജ് ഒന്നും ആര് കൊടുത്തിട്ടില്ല? നികിത ഗിൽ കൊടുത്തിട്ടില്ല. ഇനി 42ാമത്തത് ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡാണ്. അത് കാണാണ്ട് പഠിക്കുക. അല്ലാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്സ് ഉണ്ടല്ലോ, കായ് ചിപ്സ് എവിടെ ഉണ്ടാവാറ്? നമ്മൾ എത്തിച്ചിട്ട് ഇങ്ങനെ ഉത്തരത്തിൽ നിന്നല്ലേ എടുക്കാറ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ചിപ്കോ ഉത്തരാഖണ്ഡ്, ചിപ്സ് ഉത്തരത്തിൽ നിന്നാണ് നമ്മൾ എടുക്കാറ്. ഇനി 43ാമത്തത് അബർത്തേഡ് ഇസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് സൗത്ത് ആഫ്രിക്കയാണ് ആൻസർ. ഇനി 44ാമത്തത് തപോവൻ ഇസ് എൻ എസ്സേ റിട്ടൺ ബൈ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിൽ വരുന്നത്. നേരത്തത് എർത്ത് യൂണിവേഴ്സിറ്റിയും പിന്നെ തപോവനും. ടാപ്പ് രണ്ടിലും ടാ ഉണ്ട്. ടാഗോർ, തപോവൻ, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഇനി 45ാമത്തത് ടെറ മെഡ്രെ മീൻസ്. ആൻസർ വരുന്നത് മദർ എർത്ത്. അതിനിങ്ങനെ ആലോചിച്ചാൽ മതി. ഹിന്ദിയിൽ തേരാ മദർ എന്ന് പറയണ മാതിരി തേരാ മദർ, അപ്പം മദർ എർത്ത്. അപ്പോൾ തേരാ മദർ എർത്ത്. ഇനി 46ാമത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെഞ്ചർ ബൈ വന്ദന ശിവ. വന്ദന ശിവയുടെ അല്ലാത്ത വെഞ്ചർ ഏതാണ്? ശാന്തി നികേതനാണ്. ശിവ, ശാന്തി, അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷേ വന്ദനയുടേതല്ല ശാന്തി നികേതൻ. ഇനി 47ാമത്തത് വാട്ട് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫിഷ് അമേസ്ഡ് ദി ആംഗ്ലർ. ആൻസർ ലാക്ക് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതാലോചിക്കണമെങ്കിൽ ഫിഷിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് ലാക്ക് ചെയ്യും അല്ലേ, ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ആലോചിച്ചിട്ട് ലാക്ക് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ആലോചിച്ചാൽ മതി. ഇനി 48ാമത്തെ വാട്ട് ഡസ് ബിഷപ്പ് സജസ്റ്റ് ബൈ ദ എക്സ്പ്രഷൻ 5 ഹെയർഡ് ബിയർഡ് ഓഫ് വിസ്ഡം. ആൻസർ വരുന്നത് പീസസ് ഓഫ് ഫിഷിംഗ് ലൈൻസ്. 5 എന്ന് പറയുമ്പോൾ തന്നെ അത് പീസസ് എന്ന് ആലോചിച്ചാൽ മതി. 5 പീസസ് ഉണ്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 5 ഹെയർഡ് ബിയർഡ് ഓഫ് വിസ്ഡം പീസസ്. ഇനി അടുത്തത് 49ാമത്തെ ഹൂ ഈസ് ആൻ ഓർണിത്തോളജിസ്റ്റ്. ആരാണ് ഓർണിത്തോളജിസ്റ്റ്? എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് ദി ബേർഡ്സ്. പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ 50ാമത്തെ സിൽവിയ ഈസ് എ നെയിം ദാറ്റ് മീൻസ്, വളരെ സിമ്പിളാണ്, വുഡ്സ്. സിൽവിയ വുഡ്സ് എന്ന് ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചാൽ മതി. സിൽവിയ വുഡ്സ്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ സിൽവിയ ലിവ്ഡ് വിത്ത് ഹെർ. ആരുടെയാണ് സിൽവിയ ജീവിച്ചിരുന്നത്? ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ്. ഓപ്ഷൻ ഡി ആണ് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ.
ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബേർഡ് വാസ് ടാർഗറ്റഡ് ബൈ ദ സ്ട്രേഞ്ചർ? ഏത് ബേർഡിനെയാണ്, കിളിനെയാണ് ആ സ്ട്രേഞ്ചർ ടാർഗറ്റ് ചെയ്ത് നിന്നത് കൊല്ലാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഹെറോൺ എന്ന് പറഞ്ഞ പക്ഷിയാണ്. അത് വളരെ സിമ്പിൾ അല്ലേ, ഹെറോൺ എന്ന് പറഞ്ഞ ബേർഡ്. ഇനി 53ാമത്തെ, വാട്ട് ഈസ് ജെറേനിയം? ജെറേനിയം ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ജെറേനിയം, അതൊരു പ്ലാന്റ് ആണ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ എലിസബത്ത് ബിഷപ്പ് മെറ്റ് അറ്റ് വസാർ? ആരെയാണ് എലിസബത്ത് ബിഷപ്പ് വസാറിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തത്? അതിൻ്റെ ആൻസർ വരുന്നത് മറിയാനെ മൂറയാണ്. അപ്പം മറിയാനെ മൂറെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്ററിലത്തെ ആളാണ്. അപ്പം മറിയാനെ മൂറേനെ നമ്മളിപ്പോൾ ഒന്ന് മീറ്റ് ചെയ്തു എന്നുള്ളൂ. ഇനി 55ാമത്തെ, ഫോർ വിച്ച് ബുക്ക് ഡിഡ് എലിസബത്ത് ബിഷപ്പ് റിസീവ് ദി പുലിറ്റ്സർ പ്രൈസ്? അത് ആൻസർ വരുന്നത് കോൾഡ് സ്പ്രിംഗ് ആണ്. അപ്പോൾ ഏത് ബുക്കിനാണ് എലിസബത്ത് ബിഷപ്പിന് പ്രൈസ് കിട്ടിയത്? കോൾഡ് സ്പ്രിങ്. അപ്പോൾ അതാലോചിച്ച് വെക്കാൻ വേണ്ടി, പുലിറ്റ്സർ എന്നൊക്കെ പറയുമ്പോൾ സ്പ്രിംഗ് സീസണിലാണല്ലോ പുല്ലൊക്കെ മുളക്കണത്, അങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് പുലിറ്റ്സർ സ്പ്രിങ്. ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് കോൾഡ് അല്ലേ, അപ്പോൾ ഇപ്പോൾ പുല്ലൊക്കെ മുളച്ച് നിൽക്കല്ലേ, അപ്പോൾ കോൾഡ് സ്പ്രിങ്. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, ദ സോങ്സ് കമ്പോസ്ഡ് ബൈ മദേഴ്സ് വെയർ എബൌട്ട്? ആരെക്കുറിച്ചാണ് ഈ അമ്മമാർ പാട്ട് പാടിയത്? മരങ്ങളെക്കുറിച്ച്, ട്രീസിനെ കുറിച്ച് അല്ലേ. ട്രീസിൽ നിന്നാണല്ലോ അമ്മമാർ പഴങ്ങളും പച്ചക്കറികളൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് ആ ചാപ്റ്റർ ഒട്ടും പഠിക്കാത്ത ആൾക്കാർക്ക് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോങ്സ് കമ്പോസ്ഡ് ബൈ മദേഴ്സ് വെയർ എബൌട്ട് ട്രീസ്. ഇനി 57ാമത്തെ, റോബർട്ട് ബോയ്ലെ വാസ് എ കൊളോണിയലിസ്റ്റ് ആണ്. റോബർട്ട് ബോയ്ലെ കൊളോണിയലിസ്റ്റ് ആയിരുന്നു. അതൊന്ന് കാണാപ്പാഠം പഠിക്കുക. ഇനി 58ാമത്തത്, ഹൂ അമംഗ് ദി തിരുനങ്കൈസ് വെയറിങ് എ ടീഷർട്ട് ആൻഡ് ടൈറ്റ് ജീൻസ് ലൈക്ക് എ യങ് ഗേൾ? ആരായിരുന്നു ടീഷർട്ട് ആൻഡ് ടൈറ്റ് ജീൻസ് പെൺകുട്ടികളെ പോലെ ഇത് ധരിച്ചിരുന്നത്? ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ലക്ഷ്മി അമ്മാളായിരുന്നു. അപ്പോൾ ഇവിടെ 2 സാധനങ്ങൾ ധരിച്ചിട്ടുണ്ട്, ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്, ടൈറ്റ് ജീൻസും ധരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സാധനം ധരിച്ചത് കൊണ്ട് 2 പേരുള്ള ലക്ഷ്മി അമ്മാളാണ് ആൻസർ. അങ്ങനെ ആലോചിച്ച് പഠിക്കുക. പിന്നെ വിച്ച് നെയിം വാസ് കൺസിഡേർഡ് അൺലക്കി ബൈ ദ തിരുനങ്കൈസ് ഇൻ ദ ഓട്ടോബയോഗ്രഫി? ഏത് പേരാണ് വളരെ അൺലക്കി ആയിട്ട് ഉള്ളൊരു പേരെന്ന് പറയണത്? അതിൻ്റെ ആൻസർ വരുന്നത് പ്രീതിയാണ്. അപ്പോൾ പ്രീതി എന്നുള്ളത് സാധാരണ പ്രീതി മിക്സി ഉണ്ട്, അറിയില്ലേ? പ്രീതി മിക്സി ഇപ്പോൾ മിക്കതിനും കംപ്ലൈൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതൊരു ബാഡ് ലക്കാണ് പ്രീതി മിക്സിക്ക് പ്ലേ. പിന്നെ അപ്പോൾ പ്രീതി എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി വാട്ട് ഡിഡ് വിദ്യ ആസ്പയർ ടു ബിക്കം? വിദ്യക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? ആക്ടറാണ് ആൻസർ. ഉറപ്പായിട്ടും വിദ്യാ ബാലൻ ഒരു ആക്ട്രസ് ആണല്ലോ, അപ്പോൾ ആക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 61, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഗോഡസ് ഓഫ് തിരുനങ്കൈസ്? ആൻസർ വരുന്നത് മാതാ. മാതാ അമൃതാനന്ദമയി നമുക്ക് ആലോചിച്ച് പഠിക്കാം. ഇനി 62ാമത്തെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ബെദ്ലം? ബെദ്ലമിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? കൺഫ്യൂഷൻ. ഇതിലിപ്പോൾ എല്ലാം നല്ല പോസിറ്റീവ് വേർഡ്സാണ്. സെലിബ്രേഷൻ, ആഘോഷം, പിന്നെ ബെഡ് ലാമ്പ്, നമ്മുടെ ബെഡിൻ്റെ അടുത്തുള്ള ലാമ്പ്, പാഷൻ, ഇതൊക്കെ നല്ല സന്തോഷമുള്ള വേർഡാണ്. പക്ഷേ ഒരു നെഗറ്റീവ് വേർഡാണ് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബെഡ്ലം, ബാഡ്, ബെഡ്, ബാഡ് എന്ന് ഉദ്ദേശിച്ചിട്ട് കൺഫ്യൂഷൻ ആലോചിക്കുക, ബെഡ്ലം. ഇനി ഹൂ വാസ് ഹാരി എസ് ട്രൂമാൻ? ആരായിരുന്നു ഹാരി? ഹാരി പൊളിറ്റീഷ്യൻ ആയിരുന്നു. പൊളിറ്റീഷ്യനായ ഹരി എന്ന് ആലോചിക്കുക. ഇനി 64ാമത്തെ, വാട്ട് വാസ് ദ കളർ ഓഫ് ദ ഫ്ലവേഴ്സ് ഓഫ് എ ഹെംലക് പ്ലാന്റ്? ഹെംലക് പ്ലാന്റിൻ്റെ ഫ്ലവർ, പൂക്കളുടെ കളർ എന്തായിരുന്നു? വൈറ്റ് ആണ് ആൻസർ. ഈ കാണുന്നതാണ് ഹെംലക്കിൻ്റെ പൂക്കൾ, വെള്ള കളർ. ഇനി അടുത്തത്, ഹൂ വേർ എക്സ്പെരിമെൻറ്റിങ് ഓൺ ദ എലിക്സിർ ഓഫ് ലൈഫ്? എലിക്സിർ ഓഫ് ലൈഫിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നത് ആരായിരുന്നു? എ ആണ് ആൻസർ, ചൈനീസ്. ചൈനക്കാരാണല്ലോ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ചൈനക്കാരാണ് ഈ എക്സ്പെരിമെൻറ്റും ചെയ്തിരുന്നത്. ഇനി 66ാമത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടഡ് ഫോർ സമീർ തന്തീസ് പോയം? സമീർ തന്തിയുടെ പോയത്തിന് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത് എന്താണ്? അഥവാ ഏറ്റവും യോജിച്ചത് എന്താണ്? ആൻസർ ഡി ആണ്, വറീഡ് അബൌട്ട് ഡെമോക്രസി. സമീർ തന്തിക്ക് എപ്പോഴും ഡെമോക്രസിനെ കുറിച്ചിട്ടുള്ള വറി, ടെൻഷനായിരുന്നു. ഓക്കെ. ഇനി അടുത്തത്, ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് റെസിപ്പിയൻ്റ് ഓഫ് ഭാരതരത്ന? ഭാരതരത്ന സ്വീകരിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴും നെഹ്റു ആണല്ലോ ടോപ്പ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയത്. ഇനി വിച്ച് ഇയർ ഡിഡ് രവീന്ദ്രനാഥ് ടാഗോർ റിസീവ് ദി നോബൽ പ്രൈസ്? ആൻസർ സി ആണ്, 1914. 1914 നോബൽ പ്രൈസ് രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയത്. ഇനി 69, പി സൈനത്ത് വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ്? ആൻസർ വരുന്നത് വി ഗിരി. അതിപ്പോൾ ആലോചിക്കാനായിട്ട് ഈ സൈനാത്ത എന്ന് പറഞ്ഞിട്ട് എന്തൊരു യൂട്യൂബ് ചാനൽ ആരോ ചെയ്യണില്ലേ,
അപ്പോൾ അതിൽ 2 പേരല്ലേ, ജ്യേഷ്ഠനും അനിയനും കൂടിയിട്ടല്ലേ അത് ആ ക്യാരക്ടേഴ്സ് ചെയ്യാറ്. അപ്പോൾ വി 2 പേരുണ്ട്, അങ്ങനെ ആലോചിച്ചിട്ട് വി ഗിരി. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക, പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക്